ഞാൻ ശാന്തി മുരുകൻ MN ഹാൻഡ്ലൂംസ്. എൻ്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് പറളി സ്കൂളിലാണ്, പാലക്കാട് ജില്ലയിലെ പറളി ഹൈസ്കൂളിലാണ് കേട്ടോ. അപ്പോൾ അവിടുത്തെ കായികാധ്യാപകനാണ് മനോജ് സാറ്. പരിശീലനത്തിലൂടെ ഒരുപാട് കുഞ്ഞുങ്ങൾ നല്ല ഉന്നത മേഖലയിൽ എത്തിയിട്ട് ഒരുപാട് ഗവൺമെന്റ് ജോലിയിലും ഒക്കെ എത്തി നിൽക്കുന്നുണ്ട്. നമ്മുടെ ഏഷ്യൻ ഗെയിംസിൽ വരെ നമുക്ക് വെള്ളി മെഡൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. മുഹമ്മദ് അഫ്സൽ എന്നാണ്, അപ്പൊ സാറിന്റെ ശിഷ്യനാണ് മുഹമ്മദ് അഫ്സൽ. കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ വെള്ളി മെഡൽ നേടി. ഒക്കെ നമ്മുടെ സാറിന്റെ കഴിവുകൊണ്ടാണ്. നമ്മുടെ ഷോപ്പിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സാറിനെയും സാറിന്റെ ഫാമിലിനെയും ഒന്ന് പരിചയപ്പെടാം. ഞാൻ മനോജ്, പറളി സ്കൂളിലെ കായിക അധ്യാപകനാണ്. എൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് മഞ്ജിമ. സംസ്ഥാന മീറ്റിലും ദേശീയ മീറ്റിലൊക്കെ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കിയിട്ടൊരു കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടി ഇങ്ങനെയൊരു കട കുത്താമ്പുള്ളിയിൽ തുടങ്ങിയെന്ന് അറിഞ്ഞപ്പോൾ വലിയ സന്തോഷമുണ്ട്. കാരണം അതൊന്ന് പോയി കാണണം എന്നൊക്കെ ആഗ്രഹത്തിലാണ് ഞാനിന്ന് ഇവിടെ വന്നത്. അപ്പോൾ എൻ്റെ സമയത്ത് നമ്മുടെ മനസ്സിലുള്ള പ്രതീക്ഷകൾ അങ്ങനെ തുടക്കം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരുപാട് കളക്ഷൻസ് ഇവിടെയുണ്ട്. അതിലുപരി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വളരെ വില കുറഞ്ഞ രീതിയിൽ സാധാരണക്കാർക്ക് എല്ലാവർക്കും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ളതാണെങ്കിലും നല്ല പൈസ മുടക്കിയിട്ട് ഒരുപാട് നല്ല പട്ടുസാരികളൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഇവിടെ വന്നാൽ നമുക്കത് മുതലാവും എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും ഇങ്ങനെയാണ് കച്ചവടം. കാരണം ഒരിക്കലും ഒരു എന്താണ് ഈ പറയുന്ന കസ്റ്റമേഴ്സിനെ ഒരുപാട് ചൂഷണം ചെയ്യുന്ന ഒരുപാട് കടകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെയൊന്നുമില്ല. മഞ്ജുവിൻ്റെ അച്ഛനും അമ്മയൊക്കെ വളരെ ലാളിത്യത്തോടുകൂടിയും സ്നേഹത്തോടും പെരുമാറുന്ന ആളുകളാണ്. കാരണം ഒരുപാട് വർഷമായിട്ട് എനിക്ക് അവരെ അറിയാം. എന്തായാലും ഇതുപോലുള്ള സംരംഭത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും. മഞ്ജുവിൻ്റെ കടയിൽ വന്നെടുത്തതാണ് ഈ എല്ലാ സാധനങ്ങളും. MN ഹാൻഡ്ലൂംസ് എന്നാണ് പേര്. ഒന്നിന് പൈസ വേണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു, ഒരു കാരണവശാൽ ആദ്യമായിട്ട് വാങ്ങിക്കുന്ന ഞങ്ങളിൽ നിന്ന് പൈസ 1 രൂപ കൂടുതൽ കൊടുക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞാൻ ഇവരോട് സംസാരിച്ചത്. പറഞ്ഞ പൈസ ഒരുപാട് കുറച്ചിട്ടാണ് എനിക്ക് തന്നെങ്കിലും അതൊന്നും സമ്മതിച്ചില്ല. ശരിക്കുള്ള ബില്ലിൻ്റെ പൈസ തന്നെയാണ് ഞാൻ കൊടുത്തത്, അത് വാങ്ങിച്ചത്. എന്തായാലും നമുക്കൊരു സന്തോഷം ഉണ്ടാവണം. എന്തായാലും എല്ലാ ഭാവങ്ങളും നേരിടും. ഒരുപാട് വലിയ നിലയിലേക്ക് എത്താൻ ഈ ഷോപ്പും ഇതിൻ്റെ പെരുമാറ്റം കൊണ്ട് കഴിയുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ബാക്കി